ഇപ്പൊ നിങ്ങൾക്കൊരു പാർട്ണർ വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ അയ്യോ ഞാൻ പ്രണയിച്ചു പോയി ഇയാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറയാതെ ഒരു 3-4 ഡേറ്റ് ചെയ്യുക. അതിൽ ഒരെണ്ണത്തെ സെലക്ട് ചെയ്യുക. വൺസ് ഏറ്റവും കൂടുതൽ ലൈഫിൽ നമ്മൾ തകർക്കുന്നത് റോങ് ആയിട്ടുള്ള പാർട്ണറെ കിട്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ട് എന്ന് വെച്ചാൽ 2 രീതിയിലും വരാം. വളർത്താം, അതേപോലെ തളർത്താം. അപ്പൊ നമ്മൾ എടുക്കുന്ന സാധനം നമ്മൾ സൂക്ഷിച്ചിട്ടാണ്. നമ്മൾക്കൊരു കാറാണെങ്കിൽ നമുക്ക് മാറ്റി വാങ്ങാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം. മറ്റൊരു ലീഗലി വെഡഡ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് പല പല കാര്യങ്ങൾ ഇങ്ങനെ ഈസി ആയിട്ട് പിറ്റേന്ന് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു സാധനമല്ല. എടേ, ഇത് കേട്ടപ്പോ മിക്ക ആൾക്കാരുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. എന്താ ലഡു എന്ന് പറയോ? ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുകയൊക്കെ ശരി, പക്ഷേ വിവാഹം കഴിക്കുന്നത് തൊട്ട് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒരു 3-4 ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെ മനസ്സിലൊരു ചിരി. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചേ? നിങ്ങളെന്താ വിചാരിച്ച് 3-4 ഇത് മറ്റേ എന്താ പറയുക ഡിക്വാളിഫിക്കേഷൻ പരിപാടി എന്ന് വിചാരിച്ചോ? അല്ലടേ, അതല്ല. ഇത് വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. പ്രണയിച്ചു എന്ന് വെച്ചിട്ട് വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ പ്രണയത്തിന് സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക ഇവർ നമുക്ക് പ്രണയിക്കാൻ മാത്രം കൊള്ളാവുന്ന സാധനമാണ്. അതിനപ്പുറത്തേക്ക് ലൈഫ് പാർട്ട്ണറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല, പരിപാടിയല്ല. അത് അവനായാലും അവളായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. ഈ ഡേറ്റിംഗ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും കേരളത്തിലെ ആളുകളൊരു വിചാരം എന്ന് പറയുന്നത് നേരെ പോയിട്ട് വല്ല റൂം എടുത്തിട്ട് മറ്റു പരിപാടിയിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. അല്ലടോ, പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് 1 മാസം പിടിക്കും, ചിലപ്പോൾ 1 വർഷം പിടിച്ചേക്കാം പരസ്പരം മനസ്സിലാക്കാൻ. അതിന് ചിലപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടായിരിക്കും, ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ടായിരിക്കാം, താമസിക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴായിരിക്കും മറ്റാളുടെ സ്വഭാവം എത്രത്തോളം നല്ലതാണ്, ജീവിതത്തിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, തൻ്റെ ഇമോഷൻസിനൊക്കെ അവർ വില വയ്ക്കുന്നുണ്ടോ, പരസ്പരം ആളുകളെ സഹായിക്കുന്ന ഒരാളാണോ എന്നൊക്കെ മനസ്സിലാക്കുക. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ലൈഫ് പാർട്ട്ണർ നമ്മളെ വളർത്തുകയും ചെയ്യാം, തളർത്തുകയും ചെയ്യാം. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് ജീവിതങ്ങളുണ്ട്. അതിഭീകരമായ ലൈഫ് ജീവിതങ്ങളൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ വിവാഹം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് തകർന്ന് പണ്ടാറടക്കിയ ജീവിതങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം ഈ വിവാഹത്തിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഹാപ്പി യോയോ ലൈഫ് ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഒരു തരത്തിലും ലൈഫ് പാർട്ട്ണർക്ക് അതൊരു പക്ഷേ ആണൊരുത്തം പെണ്ണിനായിരിക്കാം, ഒരു വാക്ക് കൊണ്ടുപോലും ഒരു സപ്പോർട്ടില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ അത്തരം ആളുകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ എന്നെ ആലോചിച്ച് വിടും, പക്ഷെ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എന്നെ അത്തരം ആളുകളായിരുന്നു എൻ്റെ ജീവിതത്തിലെങ്കിൽ ഞാൻ എന്നെ ഡിവോഴ്സ് ചെയ്തേനെ എന്നൊക്കെ ആലോചിച്ച് പോകുന്ന സിറ്റുവേഷൻ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നിങ്ങളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു 10-30 വയസ്സാകുമ്പോൾ നമ്മൾ അത്തരം ലൈഫൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകും. ഒപ്പമുള്ള ഒരു പാർട്ട്ണർക്ക് അവരുടെ അഭിപ്രായം പോലും നേരം പോലെ പറയാൻ അനുവാദം കൊടുക്കാത്ത ആളുകളുണ്ടായിരിക്കും. ഒരംശം, ഒരു പോയിന്റ് പോലും കൊടുക്കില്ല. അത്തരം ആളുകളൊക്കെ നമുക്ക് ചേർത്ത് പിടിക്കാൻ തോന്നും. പാവങ്ങളാണ്, വളരെയധികം സങ്കടം തോന്നിപ്പോകുന്ന ജീവിതങ്ങളായിരിക്കും അവർക്കൊക്കെ ഉണ്ടായിരിക്കുക. അവരേതെങ്കിലും രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്താലോ സഹായിച്ചാലോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അത്രയ്ക്ക് ജീവിതം കൊണ്ട്, ഞാനീ പറഞ്ഞത് സ്ത്രീകളുടെ കാര്യം മാത്രമല്ല, പുരുഷന്മാരുടെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. വിവാഹം കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് ഹാപ്പിനെസ് മുഴുവൻ തകർന്നു പോയ ആളുകളുണ്ടായിരിക്കാം. അതാ പറഞ്ഞത്, ജീവിതത്തിൽ ഒരുപക്ഷെ ഉയർത്താനും തളർത്താനും ഒരു വിവാഹം ചെയ്തുകൊണ്ട് സാധിക്കും. ആകെ ഒരൊറ്റ ലൈഫുള്ളൂന്നേ. ആ ഒരൊറ്റ ലൈഫ് ആരെങ്കിലും മുമ്പിലൊക്കെ അങ്ങോട്ട് പോയിട്ട് പിന്നീട് ജീവിതം മുഴുവൻ എന്നെങ്കിലും നേരാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. എന്തിന്? ഞാൻ പറഞ്ഞില്ല, ഒരൊറ്റ ലൈഫേ ഉള്ളൂ, ഒരൊറ്റ ലൈഫ്. ഇതിങ്ങനെ പോയി അങ്ങനെ അവസാനിക്കും, ഇല്ലയോ? ആ ഒരൊറ്റ ലൈഫ് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മുടെ ഇഷ്ടങ്ങളെ മുഴുവൻ അങ്ങനെ മൂടി വെച്ച്, നമ്മുടെ സന്തോഷത്തെ മുഴുവൻ അടക്കി വെച്ചിട്ട്, നമ്മുടെ താല്പര്യങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് എന്തിനാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും പല ആളുകളൊക്കെ ചോദിക്കണമെന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു ജീവിതം നിങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒഴിവാക്കടേ, എന്നിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കുക. പലപ്പോഴും ഇങ്ങനെ പല പെൺകുട്ടികൾക്കും ഇങ്ങനെ ഉള്ള ജീവിതങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാത്തത്, ഒഴിവാക്കി കഴിഞ്ഞ് പിന്നെ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. അത്രയേറെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും ഭർത്താവിനോട്. അത്ര ഡിപ്പെൻഡൻസ് പാടില്ല. അതുകൊണ്ടാണ് നന്നായിട്ട് പഠിച്ചു വല്ല തൊഴിലും കയ്യിലാക്കിക്കോളി എന്നൊക്കെ പലപ്പോഴും നമ്മളൊക്കെ കുട്ടികളോടൊക്കെ പറയുന്നത്, പെൺകുട്ടികളോട്. അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരു വേഴ്സ്റ്റ് ജീവിതമാണ്. ഏറ്റവും മോശം ലൈഫിൽ ഒന്ന് തന്നെ ആയിരിക്കും. അവിടേക്ക് എത്താതിരിക്കുക എന്നതാണ്. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒട്ടുമിക്ക ജീവിതങ്ങളും. ഇനി മൈത്രേയൻ. നാളെ രാവിലെ
രാവിലെ വിവാഹം കഴിക്കാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോടും ആൺകുട്ടിയോടും സാറ് നൽകുന്ന ഒരു സിംഗിൾ പീസ് ഓഫ് അഡ്വൈസ്? ആകെപ്പാടെ ഞാൻ പറയുന്നത് അവരുടെ തെരഞ്ഞെടുപ്പായിരിക്കണം എന്നുള്ള അത്ര. തെരഞ്ഞെടുത്തവർ തമ്മിലാണ് വിവാഹ കരാറുകളിൽ ഒപ്പിടേണ്ടത്. അല്ലാതെ അമ്മയും അച്ഛനും കുടുംബങ്ങളും ആലോചിക്കുന്ന ഒരു വിവാഹത്തിൽ അവർ ഇടപെടരുത്. ഞങ്ങളുടെ വിവാഹമായി എന്ന് പറയുന്ന ഒരു കുറി കാണാനാണ് എനിക്ക് ആഗ്രഹം. എന്ത് രസല്ലേ, എത്ര ഗംഭീരമായിട്ടാണ് മൈത്രേയൻ ആ ഒരു സങ്കല്പം പറഞ്ഞെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊക്കെയായാലും ജീവിതങ്ങളൊക്കെ ഭയങ്കരമായിട്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കാം. നമ്മളൊരു വീഡിയോ കൊണ്ട് ചില ആളുകൾക്ക് പോയി പണിയൊക്കെടാന്നൊക്കെ ചില ആൾക്കാരോടൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയട്ടെന്നേ അല്ലേ. അപ്പം തന്നെ ചേർത്ത് പിടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിക്കട്ടെന്ന്. ബൈ.